ജോഷുവ 1-ാം അധ്യായം. കർത്തൃദാസനായ മോശയുടെ മരണശേഷം നൂനിൻ്റെ മകനും മോശയുടെ സേവകനുമായ ജോഷുവയോട് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്തു: എൻ്റെ ദാസനായ മോശ മരിച്ചു. ഇപ്പോൾ നീയും ഈ ജനം മുഴുവനും എഴുന്നേറ്റ് ഇസ്രായേല്യരായ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ദേശത്തേക്ക് ഈ ജോർദാൻ കടന്നു ചെല്ലുക. മോശയോട് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളുടെ കാൽപാദമൂന്നുന്ന പ്രദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. മരുഭൂമിയും ഈ ലെബനോനും മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് നദി വരെ ഹേത്തുകാരുടെ ദേശം മുഴുവനും സൂര്യാസ്തമനത്തിൻ്റെ മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിർത്തിയായിരിക്കും. നിന്റെ ആയുഷ്കാലമെല്ലാം ആരും നിന്റെ മുമ്പിൽ നിലയുറപ്പിക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഉണ്ടായിരുന്നതുപോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. ഞാൻ നിന്നെ നിരുന്മേഷനാക്കുകയില്ല, നിന്നെ കൈവിടുകയുമില്ല. ശക്തനും ധീരനുമായിരിക്കുക. എന്തെന്നാൽ ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തിന് ഇവരെ അവകാശികളാക്കേണ്ടത് നീയാണ്. എൻ്റെ ദാസനായ മോശ നിന്നെ അനുശാസിച്ച നിയമം ഓരോന്നുമനുസരിച്ച് അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ നീ ഏറെ ശക്തനും ധീരനുമായിരിക്കണമെന്ന് മാത്രം. അവയിൽ നിന്ന് നീ ഇടം വലം വ്യതിചലിക്കരുത്. ഏർപ്പെടുന്നതിലെല്ലാം നീ വിജയിയാകാൻ വേണ്ടിയാണിത്. ഈ നിയമഗ്രന്ഥം നിന്റെ അധരത്തിൽ നിന്ന് അകലരുത്. അതിൽ ലിഖിതമായതെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധ പുലർത്തേണ്ടതിന് നീ അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അങ്ങനെ നീ നിന്റെ വഴി മുന്നേറാനിടയാക്കും. നീ വിജയിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. എന്തെന്നാൽ നീ ഏർപ്പെടുന്നതിലെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ നിന്നെ അനുശാസിച്ചതല്ലേ. ജോഷുവ ജനപ്രമാണികളോട് ഇപ്രകാരം കൽപ്പിച്ചു: പാളയത്തിനിടയിൽ കടന്നു ചെന്ന് ജനങ്ങളോട് നിങ്ങൾ ഇപ്രകാരം ആജ്ഞാപിക്കുവിൻ: നിങ്ങൾക്കായി പാഥേയം സംഭരിക്കുവിൻ. എന്തെന്നാൽ 3 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജോർദാൻ കടക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായി നൽകുന്ന ദേശം കൈവശപ്പെടുത്താനാണ് നിങ്ങൾ പോകുന്നത്. റൂബൻകാരോടും ഗാദുകാരോടും മനാസയുടെ ഗോത്രപാതിയോടും ജോഷുവ ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥതയേകി ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്ന് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളെ അനുശാസിച്ച കാര്യം അനുസ്മരിക്കുവിൻ. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും ജോർദാനിക്കരെ മോശ നിങ്ങൾക്ക് നൽകിയ ദേശത്ത് വസിക്കട്ടെ. എന്നാൽ നിങ്ങൾ ആയോധന വീരന്മാരെല്ലാം ആയുധമണിഞ്ഞ് നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പേ കടന്ന് അവരെ സഹായിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാർക്കും നിങ്ങളെപ്പോലെ സ്വസ്ഥതയേകുകയും നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് കൊടുക്കുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ അത് വേണം. അനന്തരം സൂര്യോദയദിക്കിൽ ജോർദാനിക്കരെ കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങൾക്ക് കൈവശമായി തന്നിരിക്കുന്ന ദേശത്ത് തിരിച്ചെത്തി അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അവർ ജോഷുവയെ ഇപ്രകാരം ധരിപ്പിച്ചു: നീ ഞങ്ങളെ അനുശാസിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം. അയക്കുന്ന ഇടത്തേക്കെല്ലാം ഞങ്ങൾ പോകാം. മോശയെ ഞങ്ങൾ അനുസരിച്ചതുപോലെയെല്ലാം നിന്നെയും ഞങ്ങൾ അനുസരിക്കും. നിന്റെ ദൈവമായ കർത്താവ് മോശയോടുകൂടെ ഉണ്ടായിരുന്നതുപോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. അതു മതി. നീ ഞങ്ങളെ അനുശാസിക്കുന്ന ഏതു കാര്യത്തിലും നിന്റെ ആജ്ഞ ധിക്കരിക്കുകയും നിന്റെ വാക്കുകൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ആരായാലും മരിക്കണം. നീ ശക്തനും ധീരനുമായിരിക്കണമെന്ന് മാത്രം.